ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി ചട്ടിച്ചോറാണ്. ഇതില് ചിക്കൻ മസാലയുണ്ട്, ചെമ്മീൻ കൊടംപുളി ഇട്ട് വറ്റിച്ചതുണ്ട്, വൻപയർ മത്തങ്ങ എരിശ്ശേരി ഉണ്ട്, കോവക്ക ഉപ്പേരി ഉണ്ട്, ആവോലി ഫ്രൈ ഉണ്ട്, ചിക്കൻ പെപ്പർ ഫ്രൈ ഉണ്ട്, മാങ്ങ ചമ്മന്തി ഉണ്ട്, മാങ്ങ അച്ചാറുണ്ട്, പപ്പടം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം ചിക്കൻ മസാല ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്താണ്. ഇനി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 2 മീഡിയം സൈസ് സവാള മുറിച്ചതും 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 1 പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി മുറിച്ച് ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഏകദേശം വെന്തിട്ടാകുമ്പോൾ തുറന്ന് ഇളക്കി കൊടുത്ത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ മസാല റെഡിയാണ്. ഇത് വീണ്ടും ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഇനി ചെമ്മീൻ കൊടംപുളി ചേർത്ത് വറ്റിച്ചത് ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് ചെമ്മീൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വാടി തുടങ്ങുമ്പം തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി വഴറ്റാം. പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തിളപ്പിച്ചാറിയതോ തിളപ്പിച്ച് ചൂടില്ലതോ ആയ വെള്ളം ചേർക്കണം. ഇതിലേക്ക് ഒരു 3 ചെറിയ കഷ്ണം കൊടംപുളി ചേർക്കാം. ഇതിൽ തിളപ്പിക്കാം. ഇതിപ്പോ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ചെമ്മീനിൽ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നില്ലൂ. ഇതിനി അടച്ച് ചെമ്മീൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം. ചെമ്മീൻ കൊടംപുളി ഇട്ട് വറ്റിച്ചത് റെഡിയാണ്. ഇനി കോവക്ക ഉപ്പേരി ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് കോവക്കയും 1/2 കഷ്ണം സവാളയും മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കോവക്ക ഇട്ട് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് വേവാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് ഇട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കോവക്ക വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയതും 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. കോവക്ക ഉപ്പേരി റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഇനി മത്തങ്ങ വൻപയർ എരിശ്ശേരി വെക്കാം. ഞാൻ കുറച്ച് മത്തങ്ങ മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചട്ടിയിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മത്തൻ വെന്ത് ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് വൻപയർ കുക്കറിൽ വേറെ തന്നെ വേവിച്ചെടുത്താണ്. ഇത് ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി എരിശ്ശേരിയിലേക്ക് അരച്ചു ചേർക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 അല്ലി വെളുത്തുള്ളി മുറിച്ചതും ഒരു പച്ചമുളക് മുറിച്ചതും ചേർത്ത് അധികം അരിയാതെ പാകത്തിന് അരച്ചെടുക്കാം. ഇത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മത്തനും വൻപയറും വേവിച്ചതിലേക്ക് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുകും തേങ്ങയിലും കൂടെ വറുത്ത് ചേർക്കണം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചിരകിയത് തൊട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ വറുത്തിട്ടായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു മാറ്റി വെക്കാം. മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയാണ്. ഇനി ചിക്കൻ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ മുറിച്ച് വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്താണ്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച ശേഷം ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെച്ച് ഇതിനൊരു മസാല ഉണ്ടാക്കണം. അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു സവാള മുറിച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് ഇളക്കി വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വാടി തുടങ്ങുമ്പം തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ചിക്കൻ വേവിച്ചതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിന്. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ വേവിച്ചത് ഡ്രൈ ആണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലതായിരിക്കും. എന്നാലേ മസാലയിൽ നല്ലോണം മിക്സ് ആവുള്ളൂ. ഇതിനി തീ കുറച്ച് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ പെപ്പർ ഫ്രൈ റെഡിയാണ്. ഇത് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഇനി ആവോലി മീൻ പൊരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ആവോലി മീൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും മിക്സ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച മീൻ ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം.
ഒരു സൈഡ് കുറച്ചാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീൻ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാങ്ങ മുറിച്ച ചേർക്കാം. ഈ മാങ്ങ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചത്, അതുകൊണ്ട് ഈ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചമ്മന്തിയിൽ വേറെ ഉപ്പ് ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി കാന്താരി മുളക ചേർക്കുന്നത്. കാന്താരി മുളകിന് പകരം പച്ചമുളക് വേണം ചേർക്കാം. ഇത് അരച്ചെടുക്കാം. മാങ്ങാ ചമ്മന്തി റെഡിയാണ്. ഇനി പപ്പടം ചുട്ടെടുക്കാം. ഇത് എളുപ്പപ്പണിക്ക് വേണ്ടി സ്പൂണിൽ എടുത്തിട്ടാക്കുന്നിട്ടാ. ചട്ടിച്ചോറിനുള്ള കറികളെല്ലാം റെഡിയാണ്. ഇനി ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാം. ചട്ടി എടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് ചോറിട്ട് നിരത്താം. ഇതിലേക്ക് ചിക്കൻ മസാലേന്റെ കുറച്ച് മസാല മാത്രം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ മേലെ കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സൈഡിൽ കുറച്ച് ചിക്കൻ മസാല വിളമ്പാ. ഒരു സൈഡിന് ചെമ്മീൻ കുടംപുളി ഇട്ട് വറ്റിച്ചത് വിളമ്പി കൊടുക്കാം. കുറെ കറിയിലുണ്ടെങ്കിലും കുറച്ച് കുറച്ച് വിളമ്പുന്നില്ലോ. കോയക്ക് ഉപ്പേരി ഇട്ട് കൊടുക്കാം. മത്തനും വൻപയറും എരിശ്ശേരി വിളമ്പാ. ചിക്കൻ പെപ്പർ ഫ്രൈ വിളമ്പാ. ആവോലി ഫ്രൈ വിളമ്പാ. കുറച്ച് മാങ്ങാ ചമ്മന്തി വിളമ്പാ. കുറച്ച് മാങ്ങ അച്ചാർ വിളമ്പാ. ഒരു പപ്പടം കൂടെ വെച്ചാൽ നല്ല കിടിലൻ ചട്ടിച്ചോറ് റെഡിയാണ്. ഇതിന്റെ ടേസ്റ്റ് പ്രത്യേകം പറയണ്ടല്ലോ. ഇത് ഇത്ര കണ്ടിട്ട് തന്നെ എല്ലാവർക്കും കൊതിയായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനി കഴിക്കുന്നത് കൂടെ കാണിച്ച് അധികം കൊതിപ്പിക്കുന്നില്ല. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്